ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഉപകാരം ചെയ്യും. പ്രത്യേകിച്ച് ഈ ടാപ്പിംഗ് തൊഴിലാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരമാകുന്ന ഈ ഒരു സാധനം കയ്യിലിരിക്കുന്നുണ്ടോ. ഇത് റബ്ബർ ചെണ്ടിയാണ്. ഇത് എടുക്കാൻ വേണ്ടി ഒരു മിഷനാണ് നമ്മുടെ കുര്യൻ സാറ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കുര്യൻ സാറിന്റെ ഒരു ഐഡിയയിലുള്ള ഒരു മിഷനാണിത്. ഇത് എങ്ങനെയാണ്, ഇത് എന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ പ്ലാസ്റ്റിക് എടുത്ത വേനൽക്കാലം ആകുമ്പോഴത്തേക്കിന് ഓട്ടുകര അന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല, കുത്തിപ്പിടിക്കാൻ വരത്തില്ല. അങ്ങനെ ഇരുന്നിട്ട് അത് ഉരുകി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ വലിയ പ്രയാസം. എന്തോട്ട് പിടിച്ചാലും ഇളകത്തില്ല. കൂടുതൽ ശക്തി പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിരട്ട പിടിക്കും. വളരെ പറഞ്ഞ ചിരട്ട 2-3 രൂപ വിലയുള്ളതാണ് ഈ ചിരട്ടയ്ക്ക്. അപ്പം ഈ ചിരട്ട ഇളക്കുന്നതിന് വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ടാപ്പിംഗ് കത്തിയോ പിച്ചാത്തിയോ ഒന്നും ഇട്ടാൽ കളി വരത്തില്ല. അപ്പോൾ ഇത് ഇളക്കണമെന്നുണ്ടെങ്കിൽ സ്പൈറൽ ഫോഴ്സ് കൊടുക്കണം എന്ന് മനസ്സിലായി. സ്പൈറൽ ഫോഴ്സ്, ഇതിൻ്റെ കറങ്ങുന്ന ഫോഴ്സ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ടൂൾ ഉണ്ടാക്കിയതാണ്. അതിനകത്ത് മുള്ളു പോലുള്ള സാധനമുണ്ട്, എൽ ഷേപ്പിൽ ഇരിക്കുന്ന 4 എണ്ണം ഉണ്ട്. അത് ഒരു പൈപ്പിനകത്ത് പിടിക്കുക, പൈപ്പിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുക. അത് കറക്റ്റ് ആംഗിൾ ഒപ്പിച്ചെടുത്തിരിക്കുകയാണ്, കയറി ചിരട്ടെ കൊള്ളാതിരിക്കത്തതാണ്. ഓട്ടുകറി മാത്രമേ പെനട്രേറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ വെച്ചിട്ട് വലിയ ഫോഴ്സ് വേണം, അല്ലെങ്കിൽ ഇത് അകത്തില്ല. അതിന് ലിവറേജ് കൊടുത്തിട്ട് ഹാൻഡിൽ കൊടുത്തിട്ട് കറക്കുന്നത്. അപ്പം ഏതാണ്ട് നമ്മൾ കൈ കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ഒരു 5-6 ഇരട്ടിയെങ്കിലും ഫോഴ്സ് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇയാൾ ഇത് കഴിഞ്ഞ വർഷം ചിരട്ട ഇതെല്ലാം നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇയാൾ 2 ദിവസം ഇരുന്നപ്പോഴത്തേക്ക് മൊത്തം തീർച്ചു. ഇത് കൃഷിക്കാർക്ക് വളരെ ഉപയോഗമാണ്. ഒരുപാട് പേരോട് ചോദിക്കുന്നത്, എനിക്ക് സമയമില്ല, വയസ്സ് 81 അങ്ങനെയുണ്ട്. 81 വയസ്സായില്ലയോ? 81 വയസ്സിൽ ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കും. അത് മാറ്റാൻ പറ്റുന്നില്ല. 25 വർഷത്തിന് മുമ്പോട്ട് ആക്കിയതാണ്. ഇതാണ് ഇത്. ഒട്ടുകറിക്കകത്തോട്ട് പെനട്രേറ്റ് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഹാൻഡിൽ വലിയ ഫോഴ്സ് കൊടുക്കണം. അതിനാ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ലിവറേജ് കിട്ടണം. പിടിക്കുമ്പോൾ അങ്ങ് പോരുമല്ലേ. ഇത് ചിരട്ട അനങ്ങാതിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ ബേസ് ഉണ്ടാക്കിയത്. ചിരട്ടയുടെ ഷേപ്പിൽ ലെയ്ത്തിനകത്ത് കളഞ്ഞെടുക്കുക. ഈ കുഴി ചിരട്ടയുടെ ഷേപ്പിൽ തന്നെ ഇതിന്റെ അളവെടുത്തിട്ട് ലെയ്ത്തിൽ കളഞ്ഞെടുത്തതാണ്. അപ്പൊ പിന്നെ അനങ്ങത്തില്ല ഈ ചിരട്ട. ഈ ചിരട്ട വോട്ടുണ്ട്. നമുക്ക് പിടിച്ചോണ്ടിരിക്കാത്ത ചെറിയതായിട്ട് മറ്റൊരു വന്നപ്പോ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇത് സെറ്റ് ആയിരുന്നല്ലേ. അത് അത്രയും അയക്കായിരുന്നു. അത്ര കുറച്ച് ലൂസ് ചെയ്താൽ മതി. ഈ ഒരു മിഷീൻ പണിയുന്നതിന് എത്ര രൂപ വേണ്ടി വരും? ഇത് പണിയാനായിട്ടല്ലോ 1000 രൂപ. പാല് തെറിക്കുന്നുണ്ടല്ലേ. എളുപ്പമാണല്ലോ ഇത്. കൈ ഉണങ്ങെങ്കിൽ നല്ല സൗണ്ട്